പ്രണയാഗ്നി ആൻ എറ്റേണൽ ലവ് ഭാഗം 37. അടുക്കളയിൽ ചായ തിളപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് അപ്പുറത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. അമ്മ, ഞാൻ പോയിട്ട് വരാൻ കേട്ടോ. അവൻ്റെ ഉറക്കെയുള്ള ശബ്ദമാണ്. ഒരുപക്ഷെ അത് താനും കൂടി കേൾക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് തോന്നി ദേവുവിന്. എന്തിനെന്നറിയാതെ അവളുടെ മനസ്സൊന്ന് കുതിച്ചു ചാടി. അടുക്കളയിൽ നിന്ന് ഓടി വന്ന് മുന്നിലെ ജനലിലൂടെ ഒന്നപ്പുറത്തെ വീട്ടിലേക്ക് എത്തി നോക്കി ദേവു. അവൻ കാറിലേക്ക് കയറുന്നത് കണ്ടു. നോട്ടം തൻ്റെ വീട്ടിലേക്ക് വരുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു. ജനലിൽ നിന്ന് നീങ്ങി നിന്നില്ല. അവൻ തന്നെ കാണുന്നെങ്കിൽ കാണട്ടെ എന്ന് തന്നെ കരുതി. ആഗ്രഹിച്ചതുകൊണ്ടോ എന്തോ അവൻ്റെ നോട്ടം ജനൽക്കലേക്ക് വന്നതും അവളെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നിരുന്നു. അവളെ നോക്കിയതും ഒന്ന് പതിയെ തലയാട്ടി കാണിച്ചതിന് ശേഷമാണ് അവൻ കാറിലേക്ക് കയറിയത്. ദേവുവിന് അത് കണ്ട് എന്തോ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ അവൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവൻ തന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോകാൻ പോകുകയാണോ എന്നുകൂടി അവളുടെ മനസ്സിൽ ഒരു പേടി ഉണർന്നിരുന്നു. ആ കാറ് കണ്ണിൽ നിന്നും മറയുന്നത് വരെ അവൾ അങ്ങനെ തന്നെ നോക്കി നിന്നു. പിന്നീട് തിരികെ അകത്തേക്ക് കയറി സ്ഥിരം ചായ ഉണ്ടാക്കുന്ന പരിപാടികളിലേക്ക് തിരിഞ്ഞു. എന്നിട്ടും മനസ്സൊരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നില്ല. മനസ്സാകെ പതറിപ്പോകുന്നത് പോലെ. അല്ലെങ്കിലും രാവിലെ മുതൽ ശരീരം മാത്രമേ അവളുടെ കൂടെയുള്ളൂ. മനസ്സ് അവൻ്റെ കൂടെ എപ്പോഴേ പോയി കഴിഞ്ഞിരുന്നു. അവൻ ഇറങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആരതി ദേവുവിൻ്റെ വീട്ടിലേക്ക് വന്നു. രാവിലത്തെ സംഭവത്തിനു ശേഷം ആരതിയെ ദേവു കണ്ടിട്ടില്ല. എന്തായാലും ഇങ്ങനെയൊരു കാര്യം അവളും കൂടി അറിഞ്ഞു കാണും എന്ന് ദേവുവിന് ഉറപ്പാണ്. അല്ലെങ്കിൽ അത്രയും ധൈര്യത്തോടെ അവൻ കാർ അങ്ങനെ മുന്നോട്ട് അവളുടെ കോളേജിൽ കൊണ്ടുവന്ന് നിർത്തില്ല. മാത്രമല്ല, പതിവിന് വിപരീതമായി അവൻ അങ്ങനെ ചെയ്തിട്ടും ആരതി ഒരു വാക്കുപോലും അവനെ എതിർത്തതായി ചോദിച്ചതുമില്ല. അതിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു കാര്യം ആരതിക്ക് അറിയാവുന്നതാണ് എന്ന് ദേവുവിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദേവു! അപ്പോഴേക്കും ആരതിയുടെ വിളിയെത്തി. ദേവു വിളി കേൾക്കും മുന്നേ ആൾ അവളുടെ അടുത്തെത്തിയിരുന്നു. ദേവുവിന് എന്തോ അവളെ നോക്കാൻ ഒരു നാണം പോലെ തോന്നി. വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ആരതി ദേവുവിൻ്റെ മുറിയിലേക്ക് കയറ്റി. അവൾ എന്താണ് പറയാൻ പോകുന്നതെന്നും ചോദിക്കാൻ പോകുന്നതെന്നും ദേവുവിന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ദേവു, ഇന്ന് രാവിലെ ഏട്ടൻ നിന്നോട് കാറിൽ വെച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. ഞാനിപ്പോൾ വന്നത് അതിന് പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ ഏട്ടനോട് തിരികെ ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടി പറയാനല്ല കേട്ടോ. ആരതി പറയുന്നത് കേട്ട് ദേവു അവളെ സംശയത്തോടെ നോക്കി. അത് പറയാനാവുമെന്നാണ് അവൾ കരുതിയത്. നീ ഇപ്പോൾ ചെറിയ കുട്ടിയാണ്. ഏട്ടന് നിന്നിലും 7 വയസ്സ് കൂടുതലും ഉണ്ട്. എടുത്തു ചാടി നീ തീരുമാനമൊന്നും എടുക്കരുത്. ആലോചിച്ച് മാത്രം എന്തെങ്കിലും തീരുമാനിക്കണം. ഒരു ചേച്ചി എന്ന പോലെ, അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരി എന്ന പോലെയാണ് ആരതി അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അവൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന പോലെ തലയാട്ടി. പിന്നെ വേറൊരു കാര്യം ഞാൻ ഉറപ്പു തരാം. എൻ്റെ ഏട്ടൻ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല. അതുകൂടി ആരതി ഉറപ്പ് കൊടുത്തു ദേവുവിന്. അതിൽ അവളുടെ മനസ്സ് ഉറച്ചു പോയിരുന്നു. ആരതി പറഞ്ഞറിഞ്ഞത് വെച്ച് അവളുടെ ഏട്ടൻ ഒരിക്കലും തന്നെ വേദനിപ്പിക്കില്ല എന്ന് ദേവുവിന് ഉറപ്പായിരുന്നു. അവൾ പറയുന്നത് കേട്ടിട്ടും ദേവു ഒന്നും മിണ്ടിയില്ല. നിനക്ക് ഏട്ടൻ ഇഷ്ടമാണോ? പെട്ടെന്ന് തന്നെ ആരതി അവളോടത് തുറന്നു ചോദിച്ചു. ദേവു അവളെ ഒരു നിമിഷം ഒന്ന് നോക്കി, മിഴിഞ്ഞ കണ്ണുകളോടെ. ഏട്ടൻ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. നിനക്ക് ആളെ ഇഷ്ടമാണത്രേ. പിന്നെ നീ ആളെ നോക്കിയിരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാനിതുവരെ അതൊന്നും കണ്ടിട്ടില്ല. ഏട്ടൻ പറഞ്ഞതുകൊണ്ട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആരതി എന്തോ അർത്ഥം വെച്ച് പറയും പോലെയാണ് അവളോട് അതെല്ലാം പറഞ്ഞത്. ദേവുവിൻ്റെ മുഖം അതറിഞ്ഞപ്പോൾ എന്തിനോ ചുവന്നു പോയി. അവൾ മുഖം കുനിച്ചു കളഞ്ഞു. എടി കള്ളി, അപ്പോൾ ഏട്ടൻ പറഞ്ഞത് സത്യമാണല്ലേ? അവളുടെ കുനിഞ്ഞു പോയ മുഖം ഉയർത്തിക്കൊണ്ട് ആരതി ചോദിച്ചു. ദേവു ആണെങ്കിൽ നാണത്തോടെ പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. ദിവസങ്ങൾ അങ്ങനെ പതിയെ നീങ്ങി. അവൻ പോയി അവിടെ എത്തിയ വിശേഷമൊക്കെ ആരതി ദേവുവിനോട് പറഞ്ഞിരുന്നു. ദേവു അങ്ങനെ അവനെക്കുറിച്ച് അങ്ങോട്ടൊന്നും ചോദിക്കാറില്ല. ആരതി പക്ഷെ അവനെക്കുറിച്ച് അവളോട് പറയും. അത് മുന്നേ തന്നെ അങ്ങനെയായിരുന്നു. ഏട്ടനെക്കുറിച്ച് പറയാൻ അവൾക്ക് 100 നാവാണ്. എടി, ദാ ഏട്ടനാണ്, നിന്നോട് സംസാരിക്കണമെന്ന് പറയുന്നു. ഒരിക്കൽ വീട്ടിലേക്ക് തിരികെ നടന്നു പോകുമ്പോൾ ആരതി ദേവുവിൻ്റെ നേരെ ഫോൺ നീട്ടി. പെട്ടെന്നായതുകൊണ്ട് ദേവു ഒന്ന് ഞെട്ടി. ഞാനില്ല എന്ന പോലെ അവൾ തലകുലുക്കി. ആരതി അവളെ കണ്ണു മിഴിച്ചു കാണിച്ചു. ദേവു പതിയെ ഫോൺ വാങ്ങി. സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഒരു നിമിഷം അവൻ്റെ ശബ്ദമൊന്ന് കേൾക്കാമല്ലോ എന്ന് അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഹലോ ദേവു. അവൾ ഫോൺ ചെവിയിലേക്ക് വെച്ചപ്പോൾ തന്നെ അവൻ അവളെ വിളിച്ചു. പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ അടിവയറിൽ മഞ്ഞ് വീഴുന്നത് പോലെ ഒരു സുഖം, എന്തോ ഒരു കുളിര്. അവനോട് തിരികെ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ശബ്ദം വരുന്നില്ല. ആരതിയാണെങ്കിൽ അവളോട് സംസാരിക്കാൻ പറഞ്ഞ് ആംഗ്യം കാണിക്കുന്നുമുണ്ട്. കൂടാതെ അവർക്കൊരു പ്രൈവസി കിട്ടട്ടെ, അല്ലെങ്കിൽ ഇനി താൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണോ അവൾ സംസാരിക്കാത്തത് എന്ന് കരുതി ആരതി അവളുടെ അരികിൽ നിന്ന് മുന്നോട്ട് നീങ്ങി നടന്നു. താനെന്താ ഒന്നും സംസാരിക്കാതിരിക്കുന്നത്? ഒന്നുമില്ല. ദേവുവിൻ്റെ ശബ്ദം പോലും പതറിപ്പോയി. പേടിയാണോ? അപ്പുറത്ത് അവൻ്റെ ശബ്ദം ആർദ്രമായതുപോലെ. അവൾക്ക് ഏതോ ലോകത്ത് താൻ പാറി പറന്ന് നടക്കുകയാണെന്ന് തോന്നിപ്പോയി. അല്ല, വീട്
സ്റ്റേഷനിലെത്താനായോ? ഇല്ല, ജംഗ്ഷനായി. പിന്നെന്താ, സുഖാണോ? സുഖം. അവിടെയോ? എവിടെ? അവൾ ചോദിക്കുന്നത് കേട്ടതും അവളെ ഒന്ന് കളിപ്പിക്കാമെന്ന് കരുതി അവൻ തമാശയോടെ ചോദിച്ചു. നിങ്ങൾക്ക്? നിങ്ങളോ? ഏത് നിങ്ങൾ? ഏട്ടന്. ഒടുവിൽ അവൾ അങ്ങനെ പറഞ്ഞു. ഓ, എനിക്കാണോ? എനിക്ക് സുഖാണ്. കളിയാക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് അവൻ തന്നെ കളിപ്പിച്ചതാണെന്ന് മനസ്സിലായി. ഒന്നും മിണ്ടിയില്ല. ഫോൺ നേരെ ആരതിയുടെ കയ്യിലേക്ക് കൊടുത്തു. ആരതി അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. പിന്നീട് അതൊരു പതിവായി മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും പോകുമ്പോൾ അവൻ വിളിക്കും. ആരതി അവൾക്ക് ഫോൺ കൊടുക്കും. ദേവു സംസാരിക്കും. ഇതുവരെ അവനോട് അവൾ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമാണെന്ന് അറിയാമായിരുന്നു. ആദ്യമൊക്കെ അവനോട് പതുങ്ങി ഒതുങ്ങി സംസാരിച്ചിരുന്നവൾ ഇപ്പോൾ നന്നായിട്ട് തന്നെ അവനോട് സംസാരിക്കും. സംസാരിച്ചിട്ടും മതി വരാത്തതുപോലെ ആയിരുന്നു അവൾക്കിപ്പോൾ. 2 മാസം എന്ന് പറഞ്ഞത് ദാ എന്ന് പറയും പോലെ പോയി നീങ്ങി. 2 ദിവസം കഴിഞ്ഞാൽ ശ്രീജിത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവുവിനാണെങ്കിൽ ആകെ വെപ്രാളമാണ്. ഇത്രയും ദിവസം അവനെ കാണാതെ സംസാരിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ അവനെ നേരിട്ട് കാണുമ്പോൾ ഇനി എന്തൊക്കെയാകും, എങ്ങനെയായിരിക്കും എന്നൊന്നും ഒരു ഊഹവുമില്ല. അങ്ങനെ ഇന്നൊരു ശനിയാഴ്ചയാണ്. ഇന്നാണ് ശ്രീജിത്ത് വരുന്നത്. ഉച്ചയ്ക്ക് അവൻ എത്തുമെന്നാണ് 2 ദിവസം മുന്നേ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ദേവു ഇടയ്ക്ക് വരാന്തയിൽ വന്ന് അവൻ വരുന്നുണ്ടോ എന്ന് നോക്കും. പക്ഷേ വന്നില്ല. ഒടുവിൽ കാത്തിരുന്ന് അവൻ വന്നപ്പോഴേക്കും സമയം ഏകദേശം വൈകിട്ട് 3 മണിയൊക്കെ കഴിഞ്ഞു. വന്നിറങ്ങിയപ്പോൾ തന്നെ അവനെ അവളൊന്നും മിന്നായം പോലെ കണ്ടിരുന്നു. ആരതി ഒന്നും അറിയാത്തതുപോലെ വീട്ടിലേക്ക് വന്ന് ദേവുവിനെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. കൂടെ പോകാനൊരു മടിയുണ്ടായിരുന്നുവെങ്കിലും ദേവു അവളുടെ കൂടെ പോയി. പ്രഭാൻറ്റി ഇല്ലേ അവിടെ? പോകുന്ന വഴി ദേവു ആരതിയോട് ചോദിച്ചു. ഇല്ല, അമ്മയും അച്ഛനും ഞങ്ങളുടെ നീലങ്ങാടുള്ള പഴയ വീട് വരെ ഒന്ന് പോയിരിക്കുകയാണ്. അവിടെ ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ എന്തോ ആണ്. വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് പരതി. താൻ തേടിയ ആളെ കാണുന്നില്ല. ഏട്ടനെയാണോ നോക്കുന്നത്? ആള് കുളിക്കാൻ കയറി. ദേവുവിൻ്റെ കണ്ണുകൾ ചുറ്റും പരതുന്നത് കണ്ടതും ആരതി പറഞ്ഞു. ദേവു മുഖം കുനിച്ചു. ഏട്ടൻ നിനക്ക് എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അവളെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തിക്കൊണ്ട് ആരതി കളിയോടെ പറഞ്ഞു. ദേവു ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നു. അവൾക്ക് അവനെ ഒരു നോക്ക് കാണാൻ തോന്നുന്നുണ്ടായിരുന്നു. ആരതിയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൾ മുറിയിലേക്ക് പോയി. അവൾ മുറിയിലേക്ക് പോയതും ഹാളിൽ ദേവു ഒറ്റയ്ക്കായി. ഒറ്റയ്ക്കിരിക്കുന്ന സമയമൊന്നും അവൻ വരല്ലേ എന്നവൾ പ്രാർത്ഥിച്ചു പോയി. പക്ഷേ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് തന്നെ പറയാം. അവൾ അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് തന്നെ അവൻ കുളിച്ചു കഴിഞ്ഞ് ഒരു ടീഷർട്ടും പാൻസും ഒക്കെ ഇട്ട് മുടി തോർത്തിക്കൊണ്ട് അവൻ്റെ മുറിയിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങി വന്നു. ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും ദേവു അവനെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു പോയി. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. തന്നെ ആകെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന അവളെ കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു നിമിഷം പുഞ്ചിരി വിരിഞ്ഞു. തന്നെ മാത്രം നോക്കിയുള്ള അവളുടെ ഇരിപ്പ് കണ്ടതും അവനൊരു കുസൃതി തോന്നി. അവൻ അവളുടെ മുന്നിലായി വന്ന് നിന്നുകൊണ്ട് തലയൊന്ന് കുലുക്കി. കുളിച്ചു കഴിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ തലമുടിയിലുണ്ടായിരുന്ന വെള്ളം അവളുടെ മുഖത്തേക്ക് തെറിച്ചു. മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ വന്ന് പതിച്ചതും അവൾ ഞെട്ടലോടെ കണ്ണുകളൊന്ന് അടച്ചു തുറന്നു. മുന്നിൽ ദാ ചിരിയോടെ നിൽക്കുകയാണവൻ. അപ്പോഴാണ് താൻ ഇത്ര നേരം അവനെ വായി നോക്കി നിൽക്കുകയായിരുന്നു എന്ന സത്യം അവൾ മനസ്സിലാക്കിയത്. അവൾക്കാകെ ചമ്മല് തോന്നിപ്പോയി. ചമ്മലോടെയുള്ള തൻ്റെ മുഖം അവനിൽ നിന്ന് മറയ്ക്കാൻ അവൾ നന്നേ പാടുപെട്ടു. താനിത് ഏത് സ്വപ്നലോകത്താണ് ദേവു? അവൻ അവളോട് കളിയാക്കി ചിരിയോടെ ചോദിച്ചു. ദേവു അവനിൽ നിന്ന് മുഖം കാറ്റി കളഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്താ ഇവിടെ നടക്കുന്നത്? ദേവുവിൻ്റെ മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന ശ്രീജിത്തിനെയും അവനിൽ നിന്ന് മുഖം മാറ്റിയിരിക്കുന്ന ദേവുവിനെയും നോക്കി ചോദിച്ചുകൊണ്ടാണ് ആരതി അങ്ങോട്ട് വന്നത്. എന്ത് നടക്കാൻ? നിന്റെ കൂട്ടുകാരി രാവിലെ ഇത്രയും വെളിച്ചമുള്ള ഈ പകൽ സമയത്ത് കണ്ണു തുറന്നിരുന്ന് സ്വപ്നം കാണുന്നു. അവൻ അവളെ വീണ്ടും കളിയാക്കി. ദേവു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആരതി രണ്ടുപേരെയും ഒരുപോലെ കളിയാക്കി. ഞാനൊന്ന് കടയിൽ വരെ പോയിട്ട് വരാം. അത്യാവശ്യമായിട്ട് എനിക്ക് 1-2 അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. അതിന് A4 ഷീറ്റ് പേപ്പർ വാങ്ങണം. ആരതി അത് പറഞ്ഞ് വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി. അത് കേട്ടപ്പോൾ ശ്രീജിത്തിൻ്റെ മുഖം ഹൈ വോൾട്ടേജ് ബൾബ് കത്തിയതുപോലെ പ്രകാശിച്ചു. ഞാനും വരുന്നു. ആരതി പറഞ്ഞു തീരും മുന്നേ തന്നെ ദേവു എഴുന്നേറ്റു. വെപ്രാളത്തോടെയുള്ള അവളുടെ പറച്ചിൽ കേട്ടതും ശ്രീജിത്തിൻ്റെ മുഖം കാറ്റടിച്ചുവിട്ട ബലൂൺ പോലെയായി. നീ ഇവിടെ നിന്നോ? ഒരു 5 മിനിറ്റ് നടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് ഇപ്പോൾ തന്നെ വരും. അവളെ ഒഴിവാക്കും പോലെ സംസാരിച്ച് ആരതി വേഗം വഴിയിലേക്ക് നടന്നു. തനിക്കും ശ്രീജിത്തിനും സംസാരിക്കാനുള്ള പ്രൈവസി തന്നതാണ് അവളെന്ന് അവൾക്ക് മനസ്സിലായി. ദേവു പതിയെ പോകാനൊരുങ്ങിയെങ്കിലും അവൻ അവളെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. വന്നേ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവൻ അവളെ വിളിച്ചു. പോകാതിരിക്കാൻ തോന്നിയില്ല അവൾക്ക്. അകത്തേക്ക് തന്നെ കയറി. അവൻ അവൻ്റെ മുറിയിലേക്ക് കയറുന്നത് കണ്ടതും അവൾ ഹാളിൽ തന്നെ അങ്ങനെ നിന്നു. വാടോ, തന്നെ ഞാൻ പിടിച്ച് തിന്നുകയൊന്നുമില്ല. മുറിയുടെ വാതിക്കൽ നിന്നുകൊണ്ട് അവൻ വിളിച്ചു. മടിയോടെയാണെങ്കിലും അവളും അവൻ്റെ ഒപ്പം അവൻ്റെ മുറിയിലേക്ക് കയറി. ചുറ്റുമൊന്ന് നോക്കി അവൾ.
വളരെ ഭംഗിയായിട്ട് തന്നെ അതെല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട്. നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ആയിട്ട്. ഇരിക്ക്. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കട്ടിലിലേക്ക് ഇരിക്കാൻ ഒന്ന് മടിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.